വാടക കെട്ടിടത്തിൽ ലഹരി മരുന്ന് ഉപയോഗമോ സംഭരണമോ കണ്ടെത്തിയാൽ കെട്ടിട ഉടമകളും നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് കേരള എക്സൈസ് വകുപ്പിന്റെ കർശന മുന്നറിയിപ്പ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വാടകക്കാരുടെ പശ്ചാത്തലം പരിശോധിക്കാനും അവരുടെ ഇടപാടുകൾ നിരീക്ഷിക്കാനും ഉടമകൾ ബാധ്യസ്ഥരാണെന്ന് എക്സൈസ് പറയുന്നു. എക്സൈസിന്റെ ഈ തീരുമാനം സമൂഹത്തിൽ വ്യാപക ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ചിലർ ഇതിനെ ലഹരി നിയന്ത്രണത്തിനുള്ള ശക്തമായ നടപടിയായി വിലയിരുത്തുമ്പോൾ മറ്റു ചിലർ ഉടമകൾക്ക് അനാവശ്യ ബാധ്യതകൾ ഏർപ്പെടുത്തുന്നതിനെ വിമർശിക്കുന്നു. വാടകക്കാരന്റെ എല്ലാ പ്രവൃത്തിയും നിരീക്ഷിക്കാൻ ഉടമകൾക്ക് എങ്ങനെ സാധിക്കും? ഇതാണ് ഒരു കെട്ടിട ഉടമയുടെ ചോദ്യം. എന്നാൽ എക്സൈസ് വകുപ്പ് ഇതിനോട് പ്രതികരിച്ചത് ഉടമകൾ വാടകക്കാരുടെ തിരിച്ചറിയൽ രേഖകൾ ശേഖരിക്കുക, പോലീസ് വെരിഫിക്കേഷൻ നടത്തുക തുടങ്ങിയ മുൻകരുതലുകൾ എടുക്കണമെന്നാണ്. 2025 മെയ് 13 എക്സൈസ് വകുപ്പ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ കെട്ടിട ഉടമകൾ വാടകക്കാരെക്കുറിച്ച് വേണ്ടത്ര വിവരങ്ങൾ ശേഖരിക്കണമെന്നും ലഹരി ഉപയോഗത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വാടക കെട്ടിടത്തിൽ ലഹരി പിടികൂടിയാൽ ഉടമകൾ അറിഞ്ഞോ അറിയാതെയോ സഹായിച്ചതായി കണക്കാക്കാം. ഇത് ഗുരുതരമായ നിയമ നടപടികളിലേക്ക് നയിക്കുമെന്നും എക്സൈസ് പറയുന്നു. സംസ്ഥാനത്ത് ലഹരി മരുന്ന് ഉപയോഗവും വിതരണവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. കഴിഞ്ഞ വർഷം കേരളത്തിൽ 5000-ത്തിലധികം ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തതായി എക്സൈസ് വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഗണ്യമായ കേസുകൾ വാടക വീടുകളിലും ഫ്ളാറ്റുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടിയെന്നാണ് എക്സൈസിന്റെ വിശദീകരണം. ഈ നിയമം നടപ്പാക്കുന്നതിനായി എക്സൈസ് വകുപ്പ് പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും വാടക കെട്ടിടങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ലഹരി ഉപയോഗം തടയാൻ പൊതുജനങ്ങളുടെ സഹകരണം ഉറപ്പാക്കാൻ ബോധവൽക്കരണ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വാടക കെട്ടിടങ്ങളിൽ ലഹരി ഉപയോഗം കണ്ടെത്തിയാൽ ഉടമകളെയും ഉത്തരവാദികളാക്കുന്ന കേരള എക്സൈസ് വകുപ്പിന്റെ പുതിയ നിയമം ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ ശക്തമായ ഒരു ചുവടുവെപ്പാണ്. ഇത് കെട്ടിട ഉടമകളെ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുമെങ്കിലും അപ്രായോഗികതയും നിയമപരമായ അവ്യക്തതയും ഉള്ളതിനാൽ പൊതുജന അഭിപ്രായം ഭിന്നത പുലർത്തുന്നു. ഈ നിയമം ഫലപ്രദമാകണമെങ്കിൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണവും ഉടമകൾക്കുള്ള സഹായവും അനിവാര്യമാണ്. ലഹരിമുക്തമായ സമൂഹം എന്ന ലക്ഷ്യം നേടാൻ എല്ലാ വിഭാഗങ്ങളുടെയും സഹകരണവും നീതിയുക്തമായ നടപ്പാക്കലും ആവശ്യമാണ്. ഈ നിയമം ഫലപ്രദമാകണമെങ്കിൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണവും ഉടമകൾക്കുള്ള സഹായവും അനിവാര്യമാണ്. ലഹരിമുക്തമായ സമൂഹം എന്ന ലക്ഷ്യം നേടാൻ എല്ലാ വിഭാഗങ്ങളുടെയും സഹകരണവും നീതിയുക്തമായ നടപ്പാക്കലും ആവശ്യമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.